പറയുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രാമനവമി സമയത്ത് ആഗ്രയിൽ പശുവിനെ കശാപ്പ് ചെയ്യുന്നതിനിടെ ചില ആളുകൾ പിടിയിലായി. അന്ന് അത് ആഗ്രയിൽ വർഗീയ സംഘർഷത്തിന് കാരണമായി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 2022 ഓഗസ്റ്റിലും സമാനമായ ചിലത് സംഭവിച്ചു. ഉത്തർപ്രദേശിലെ കനോജ് ജില്ലയിൽ ഒരു ശിവക്ഷേത്രത്തിന് മുന്നിൽ ആരോ മാംസം എറിഞ്ഞു. ഇതും വർഗീയ കലാപത്തിലേക്ക് നയിച്ചു. 2020 മെയ് മാസത്തിലും സമാന സംഭവമുണ്ടായി. കോയമ്പത്തൂർ ക്ഷേത്രത്തിന് മുന്നിൽ ആരോ മാംസം വലിച്ചെറിഞ്ഞു. 2024 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ പശുക്കളെ കശാപ്പ് ചെയ്യുന്നതിനിടെ ചില ആളുകൾ പിടിക്കപ്പെട്ടു. ഈ സംഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഹിന്ദുക്കളെ വെറുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർ ആരാണ്? ഉത്തരം നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ആഗ്രയിലെ സംഭവത്തിന്റെ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭയിലെ ചില ആളുകളാണ് ഗോവധത്തിന്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളെന്ന് UP പോലീസ് പറയുന്നു. അവർ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയായിരുന്നു. രണ്ടാമത്തെ സംഭവത്തിൽ ചഞ്ചൽ ത്രിപാഠി എന്ന വ്യക്തിയായിരുന്നു കാരണക്കാരൻ. ഇതിനായി അയാൾ ഒരു മുസ്ലിം കശാപ്പുകാരന് 10,000 രൂപ നൽകുകയും ചെയ്തു. SHO ഹരിശ്യാം സിംഗിനോട് പ്രതികാരം ചെയ്യാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. അതേപോലെ കോയമ്പത്തൂരിൽ ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ മാംസം എറിഞ്ഞത് ഹരി രാംപ്രകാശ് എന്ന വ്യക്തിയായിരുന്നു. ഇയാൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഒരു തൊഴിൽ രഹിതനാണ്. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. നാലാമത്തെ സംഭവം മൊറാദാബാദിൽ പശുവിനെ കശാപ്പ് ചെയ്തത്. 4 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിൽ ഒരാൾ ബജ്രംഗ് ദളിന്റെ നേതാവായിരുന്നു. ഒരു മുസ്ലിമിനെ കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടിയായിരുന്നു അവർ സ്വയം ഒരു പശുവിനെ അറക്കാൻ തീരുമാനിച്ചത്. ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് അയാൾ മറ്റൊരു മുസ്ലിമിന്റെ സഹായം തേടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കേട്ട് നിങ്ങൾ ഞെട്ടിയെങ്കിൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. വാട്സപ്പിലൂടെയും മറ്റു പല മാധ്യമങ്ങളിലൂടെയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ: എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്ത് സ്വേച്ഛാധിപതികളുടെ കളിപ്പാവകളാക്കി മാറ്റുക. ഒരു ഏകാധിപതിയുടെ ഉത്ഭവം എങ്ങനെ തന്നെ ആയാലും അവൻ എല്ലായ്പ്പോഴും രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. ഇന്ത്യയിൽ ഭൂരിപക്ഷ